നിലവിൽ ഭരണം കൈയാളുന്ന UDF വീണ്ടും വിജയിച്ചാൽ ആരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് ഇപ്പോഴും ധാരണയിലെത്തിയിട്ടില്ല. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ സൗമിനി ജെയിനും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും പരിഗണനയിലുണ്ട്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സൗമിനി ജെയിൻ. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടും കൂടി തന്നെയാണ് എൻ്റെ പര്യടനം തുടങ്ങിയിരിക്കുന്നത്. LDFിൽ മുൻ മുഖ്യമന്ത്രിമാരായ EK നായനാരുടെ മകൾ ഉഷ പ്രവീൺ കോർപ്പറേഷനിലേക്കും PK വാസുദേവൻ നായരുടെ മകൾ ശാരദ മോഹൻ ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നുണ്ട്. വിജയിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉഷയും ഡോക്ടർ പൂർണിമയും ഉൾപ്പെടുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ശാരദ കാലടി ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള 74 സീറ്റിൽ സംവരണ സീറ്റ് ഉൾപ്പെടെ 38 സീറ്റുകളിലാണ് LDF വനിതകളെ മത്സരിപ്പിക്കുന്നത്. അച്ഛൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കോർപ്പറേഷനിലേക്കുള്ള ആകെയുള്ള 74 സീറ്റിൽ 72 സീറ്റിലും BJP നേതൃത്വത്തിലുള്ള NDA മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണ. 7ാം ഡിവിഷൻ ചെറളയിൽ നിന്ന് 5 ടേം കഴിഞ്ഞ് 6ാമത്തെ ടേമിലേക്ക് മത്സരിക്കുന്ന ശ്യാമള എസ് പ്രഭു BJP കൗൺസിലർ സ്ഥാനത്ത് തുടർച്ചയായി 25 വർഷം പൂർത്തിയാക്കി. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി വന്നാൽ നമുക്ക് അതിശയം തോന്നുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ജനങ്ങൾക്ക്. എല്ലാവർക്കും വീടെന്ന് പറഞ്ഞ സ്വപ്നമാണ് ഏറ്റവും വലിയ സ്വപ്നം. പത്രികകൾ സമർപ്പിച്ചതോടെ ഇടതു വലതു മുന്നണികളും BJPയും പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ട്. പ്രവർത്തനത്തിലും വനിതകൾ സജീവമാണ്. കൊച്ചിയിൽ നിന്നും നിതീഷ് ബാലൻ, മീഡിയ 1.